Good day everyone. Now we'll see the second part of the fifth module, that is moving loads and influence lines. Example for moving load is moving of vehicles across a bridge or moving of trains across a railway bridge. When such loads moves across a bridge or a girder, അതായത് ബ്രിഡ്ജിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ഒരു ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും അത് ഡെവലപ്പ് ചെയ്യും. ആ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ആസ് എ വീൽ keeps on moving across the girder. Sign convention എന്ന് പറഞ്ഞാൽ right upward is positive for shear force and right downward is negative for shear force, and bending moment, sagging moment is positive and hogging moment is negative. Now we'll see, that is a concept about moving loads. Now we'll see what is influence line. Influence line is a curve the ordinate of which at any point equals the value of same particular function due to a unit load acting at that point. Ordinate ഒരു curveൻ്റെ ordinate at any point will be equal to either the shear force or reaction or bending moment due to a unit load applied at that point. അതാണ് ഇൻഫ്ലുവൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വെൽ സി ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ എ സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ്. സോ കൺസിഡർ എ സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ്, കൺസിഡർ as acting on a simply supported beam of span L. We are considering a section XX at a distance x from A. റിയാക്ഷൻസ് RA ആയിരിക്കും, RB ആയിരിക്കും. സോ ദ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ഡബ്ല്യു എസ് RB. പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് RB ആയിരിക്കും. വെൻ യൂണിറ്റ് കാരണം റൈറ്റ് അപ്വേർഡ് ഇസ് പോസിറ്റീവ്, സോ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഇസ് RB. ലെഫ്റ്റ് അപ്വേർഡ് ഇസ് നെഗറ്റീവ്, സോ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഇസ് RA. ദെൻ യൂണിറ്റ് ലോഡ് ഇസ് അറ്റ് A. യൂണിറ്റ് ലോഡ് എയിലാവുമ്പോൾ RB എന്തായിരിക്കും? RB ഇൻക്രീസ് ചെയ്യും. വെൻ യൂണിറ്റ് ലോഡ് എയിലാവുമ്പോൾ RB 0 ആയിരിക്കും. അത് കഴിഞ്ഞ് യൂണിറ്റ് ലോഡ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ RB ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് മാക്സിമം വാല്യൂ എത്തുന്നത് RBയിലെത്തുമ്പോഴാണ്. അവിടെയുള്ള മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ എയിൽ ആദ്യം എയിൽ നിന്ന് അത് ബിയിലേക്ക് മൂവ് ചെയ്യും. എയിലാവുമ്പോൾ RB 0 ആയിരിക്കും, ബിയിലാവുമ്പോൾ RA 0 ആയിരിക്കും. That is the condition. So now we are going to consider a section XX at a distance x from A. ഇനി യൂണിറ്റ് ലോഡ് മൂവ് ചെയ്യുമ്പോൾ A to XX മൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഇൻക്രീസസ് അപ് ടു XX. സോ ഈ യൂണിറ്റ് ലോഡ് എന്ത് ചെയ്തു? ഈ ഡബ്ല്യുവിനെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മളൊരു യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യുവാണ്. ആ യൂണിറ്റ് ലോഡ് എയിൽ നിന്ന് XX വരെ മൂവ് ചെയ്തു. സോ XXലെത്തി. Okay, but when the load moves to the right hand side of the section, the shear force at A will be negative and it gradually reduces to 0 when the unit load reaches at B. സോ ഇവിടെ നിന്ന് ഇങ്ങനെ യൂണിറ്റ് ലോഡ് കൂടി വന്നു, XXലെത്തി. അത് കഴിഞ്ഞ് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ RA കുറഞ്ഞു വരും, നെഗറ്റീവ് ആവും. ആൻഡ് ഇവിടെ മാക്സിമം ബിയിൽ യൂണിറ്റ് എത്തും. For maximum value of positive and negative shear force at any section, the load should be placed at the section itself. സോ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ലോഡ് സെക്ഷനിൽ തന്നെ ഇരിക്കണം. സോ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? RB ആണ്. സോ W is at the section. എന്നിട്ട് RB കണ്ടുപിടിക്കുക. സിഗ്മ MA is equal to 0. RB into L is equal to W minus W into X is equal to 0. അതിൽ നിന്ന് RB is equal to W X by L എന്ന് കിട്ടും. യൂണിറ്റ് ലോഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് X by L. W 1 ആണ്. സോ ഷിയർ ഫോഴ്സ് വെൻ ദ ലോഡ് ഇസ് അറ്റ് XX, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? RA ആണ്. സോ RA എന്ന് പറയുന്നത് സിഗ്മ MB ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ RA പ്ലസ് RB ഈസ് ഈക്വൽ ടു W വെച്ചിട്ട് RA കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് W ഇൻറ്റു L മൈനസ് എക്സ് ബൈ L. RA ഇൻറ്റു L മൈനസ് W ഇൻറ്റു L മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ RA W ഇൻറ്റു L മൈനസ് എക്സ് ബൈ L എന്ന് വരും. ദാറ്റ് മീൻസ് ഫോർ യൂണിറ്റ് ലോഡ് L മൈനസ് എക്സ് ബൈ L ആയിരിക്കും. സോ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ RAയിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. സോ RA 1 എത്തുമ്പോൾ ബിയിൽ 0. അതാണ് നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അതിൻ്റെ വാല്യൂ യൂണിറ്റ് ലോഡ് ആകുമ്പോൾ L മൈനസ് എക്സ് ബൈ L ആണ് അതിൻ്റെ ഓർഡിനേറ്റ് വരിക X സെക്ഷനിൽ. അടുത്തത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് മാക്സിമം 1 ഇവിടെയാണ്. RB is equal to 1 ഇവിടെയാണ്. സോ RB 1 ആകുമ്പോൾ RA will be 0. So that is X by
ഇതാണ് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരിക. അതിൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് x/L ആണ്. ദിസ് ഈസ് ദി ILD ഫോർ ഷിയർ ഫോഴ്സ്. ഇനി നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് occurs when the load is at the സെക്ഷനിലാവുമ്പോഴാണ്. സോ ഇൻഫ്ലുവൻസ് ലൈൻ വേരീസ് ഫ്രം 0 when the unit load is at A to RA into X when the unit load is at XX. സോ എയിലെ ബെൻഡിങ് മൊമെൻറ്റ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡാണ്, 0 ആയിരിക്കും. എക്സിൽ ലോഡ് എത്തുമ്പോഴാണ് മാക്സിമം വരിക. അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് RA into X ആയിരിക്കും. സോ RA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് RA എന്ന് പറയുന്നത് നമുക്കറിയാം 1 into L minus x/L ആണ്. സോ MX ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് XX എന്ന് പറയുന്നത് 1 into L minus x/L into X, RA into X. സോ L minus x/L into X ആയിരിക്കും അവിടുത്തെയുള്ള ഓർഡിനേറ്റ്. ദിസ് ഈസ് ഓൺലി ദി ഓർഡിനേറ്റ് XX. സോ ദി ILD ഫോർ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇങ്ങനെയായിരിക്കും. ആ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് X into L minus x/L ആയിരിക്കും. Hope the section is clear. ILD for shear force, ILD for bending momentum for a simply supported beam carrying a point load.